സിംനാസ് നോട്ട്ബുക്കിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സദ്യ തയ്യാറാക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സദ്യ കഴിക്കുന്ന രീതിയും. തുളസിത്തറയും നടുമുറ്റവും ഒക്കെയുള്ള ഒരു എട്ടുകെട്ടാണ് ഇന്നത്തെ നമ്മുടെ സദ്യയുടെ ലൊക്കേഷൻ, നമ്മുടെ ഓണസദ്യയുടെ ലൊക്കേഷൻ. തനിമയാർന്നതും വൈവിധ്യമുള്ളതുമാണ് കേരളത്തിൻ്റെ പരമ്പരാഗത ഭക്ഷണക്രമങ്ങളിലൊന്നായ സദ്യ. ഒരു സാധാരണ സദ്യയിൽ 30ഓളം വിഭവങ്ങളാണ് വിളമ്പുന്നത്. സ്വാദിന് മാത്രം മുൻഗണന നൽകിയല്ല വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. തുമ്പ് മുറിക്കാത്ത വാഴയിലയിലേക്കാണ് സദ്യ വിളമ്പുന്നത്. ഊണ് കഴിക്കാനിരിക്കുന്ന ആളിൻ്റെ ഇടതുവശത്താണ് ഇലയുടെ തുമ്പ് വരുന്നത്. കേരളീയ പാചകരീതിക്ക് ആയുർവേദത്തിൻ്റെയും നാട്ടറിവിൻ്റെയും ഗ്രഹവൈദ്യത്തിൻ്റെയും പിൻബലമുണ്ട്. 6 രസങ്ങളുടെയും ചേരുവയാണ് കേരള സദ്യ. ആദ്യം വിളമ്പുന്നത് ഉപ്പേരിയാണ്. ഇലയുടെ ഇടത്തെ അറ്റത്ത് ഉപ്പേരി വിളമ്പുന്നു. 3 ഇനം ഉപ്പേരി വിളമ്പാറുണ്ട്: കായ വറുത്തത്, ചേന വറുത്തത്, ശർക്കര വരട്ടി. പിന്നീട് ഒരു പഴവും കൂടി അതിനടുത്തേക്ക് വെക്കുന്നു. ഉപ്പ് ആവശ്യമുള്ളവർക്ക് ഉപ്പും വെക്കാം. ചെറുതും വലുതുമായ 2 പപ്പടവും കൂടി വെക്കുന്നു. 100 കറികൾക്ക് തുല്യമായ ഇഞ്ചിക്കറിയാണ് പിന്നീട് വെക്കുന്നത്. അതിനുശേഷം മാങ്ങാക്കറിയും പിന്നെ നാരങ്ങാക്കറിയും വെക്കുന്നു. പായസം പോലെയുള്ള മധുര വിഭവങ്ങൾക്ക് രുചിഭേദത്തിനായിട്ടാണ് നാരങ്ങാക്കറി വിളമ്പുന്നത്. മാങ്ങ ഉപ്പിലിട്ടതും മോരും പുളിശ്ശേരിയും ഒക്കെ ഒപ്പം വിളമ്പാറുണ്ട്. ഏതാണ്ട് 7ഓളം വിഭവങ്ങൾ ചോറ് വിളമ്പുന്നതിന് മുൻപായി ഇലയിൽ വിളമ്പുന്നു. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിയലാണ്. അവിയലിനടുത്തായിട്ടാണ് തോരൻ. എരിവും പുളിയുമുള്ള കിച്ചടിയും അതിനുശേഷം പച്ചടിയും വിളമ്പുന്നു. സദ്യയിൽ സാധാരണ മസാലക്കറികൾ ഉണ്ടാകാറില്ല, എന്നാൽ ചിലയിടങ്ങളിൽ കൂട്ടുകറികൾ ചേർക്കുന്നു. പുളിയുള്ള കാളനും പിന്നെ പച്ചടിയും ഓലനും വിളമ്പാറുണ്ട്. കുമ്പളങ്ങയും പയറും തേങ്ങാപ്പാലും ചേർത്താണ് ഓലൻ ഉണ്ടാക്കുന്നത്. ചിലയിടങ്ങളിൽ എരിശ്ശേരിയും മത്തങ്ങ എരിശ്ശേരിയും വിളമ്പാറുണ്ട്. തെക്കൻ കേരളത്തിൽ ഇലയിൽ ചോറ് വിളമ്പിക്കഴിഞ്ഞാൽ പരിപ്പാണ് ഒഴിക്കുന്നത്. പരിപ്പിന് മീതെ നെയ്യും കൂടി ചേർക്കാറുണ്ട്. അതാണ് നമ്മുടെ സദ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പപ്പടം ചോറിൽ പൊടിച്ച് പരിപ്പുമായി കഴിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മുടെ സദ്യ കഴിക്കൽ ആരംഭിക്കുകയായി. പിന്നീട് ഒഴിക്കുന്ന കറിയാണ് സാമ്പാർ. പിന്നീട് സാമ്പാറും കൂട്ടിയാണ് ഊണ് കഴിക്കുന്നത്. പെരിങ്കായം ഉൾപ്പെടെ ഔഷധ ഗുണമുള്ള പലതും ചേർത്താണ് സാമ്പാർ തയ്യാറാക്കുന്നത്. തെക്കൻ കേരളത്തിൽ സാമ്പാറിന് ശേഷം പായസം വിളമ്പാറുണ്ട്. ഇടയ്ക്ക് ഉപദംശങ്ങളായിട്ടുള്ള അവിയലും തോരനും കഴിക്കാറുണ്ട്. പിന്നെ പായസങ്ങളുടെ വരവായി. പായസങ്ങളിലെ രാജാവാണ് അടപ്രഥമൻ. പഴവും പപ്പടവും ചേർത്ത് അടപ്രഥമൻ കഴിച്ചാൽ നമ്മുടെ സദ്യ കെങ്കേമമായി. അടപ്രഥമന് ശേഷം 1-2 പ്രഥമൻ വിളമ്പാറുണ്ട്. ഗോതമ്പ് പായസം, പഴം പ്രഥമൻ, കടവല പ്രഥമൻ ഇവയൊക്കെ ഇതിൽ ചിലതാണ്. ഒടുവിൽ വിളമ്പുന്ന പായസമാണ് പാൽപ്പായസം. ചിലയിടങ്ങളിൽ പാൽപ്പായസത്തോടൊപ്പം ബോളിയും വിളമ്പാറുണ്ട്. ഇവ ഒപ്പം ചേർത്ത് കഴിക്കാം. ചിലയിടങ്ങളിൽ പാൽപ്പായസത്തോടൊപ്പം തന്നെ സേമിയയും വിളമ്പാറുണ്ട്. തെക്കൻ കേരളത്തിൽ പായസത്തിന് ശേഷം പുളിശ്ശേരിയും കൂട്ടിയാണ് സദ്യ കഴിക്കുന്നത്. പായസം കഴിഞ്ഞാൽ പിന്നെ പച്ചമോരും അത് കഴിഞ്ഞ് രസവും കഴിക്കുന്നവരുണ്ട്. കൈക്കുമ്പിളിലാണ് പച്ചമോരും രസവും വാങ്ങിക്കുന്നത്. അതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ സദ്യ പൂർണ്ണമായി. ഇവയെല്ലാം ചേരുമ്പോൾ മനോഹരമായ കേരള തനിമയുടെ നിറപ്പകിട്ടാർന്ന സദ്യയായി. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ വരും. അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും.
ഇന്നത്തെ നമ്മുടെ ഓണസദ്യയുടെ ലൊക്കേഷൻ ഒരു എട്ടുകെട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഞങ്ങളുടെ ഫ്രണ്ടായിട്ടുള്ള ശ്രീകാന്തിൻ്റെ വീടാണ്. ശ്രീകാന്തിനും അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും കുട്ടികൾക്കുമെല്ലാം ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പഴമയുടെ മാധുര്യം വിളിച്ചോതുന്നതാണ് ഓണസദ്യയും ഇതുപോലുള്ള എട്ടുകെട്ടുകളും നാലുകെട്ടുകളുമൊക്കെ. ഇത്രയും നല്ലൊരു സ്ഥലത്ത് നിന്ന് ഓണസദ്യ കഴിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കഴിഞ്ഞത് തന്നെ വളരെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ആ എട്ടുകെട്ടിനെ അതിൻ്റെ തനിമയോടെ ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ആ വീട്ടുകാരെക്കുറിച്ച് എന്താണ് ഞാൻ പറയുക? സത്യം പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല. അത്രയേറെ ബഹുമാനമാണ് എനിക്ക് അവരോട് തോന്നുന്നത്. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.